അയ്യോ കൈയൊക്കെ തരുന്ന ആളാണോ ഇവിടുത്തെ? ഇവിടെ നീ കോളേജിൽ പഠിക്കുന്നുണ്ടോ ഇവിടെ? കോളേജ് പഠിക്കുന്ന ആളാണോ? വർത്തമാൻ കോളേജിൻ്റെ ഗ്രൗണ്ടിൽ കണ്ട ഫ്രണ്ട്ലി ഡോഗ്. ഞാനിനി നാട്ടിലെവിടെ പോയാലും ഉണ്ട് 2 കൈ കൊണ്ടോ? നീ ചാടിക്കയറ്റക്കാരനായിരുന്നു അല്ലേ? ഇങ്ങനെ ഈ പട്ടികളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത്. കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ പട്ടിയെ പേടിയുള്ളവർക്ക് വെറുതെ ആവശ്യമില്ലാതെ ഇതിനൊക്കെ ഉപദ്രവിക്കാൻ തോന്നണ്ട. അപ്പോൾ ഇയാൾ ഫ്രണ്ട്ലിയാണ്. ഇതിൻ്റെ പേരെന്തോ? എന്ത് പറഞ്ഞാലും ശരിക്കാണ്ട് വരുമോ? കടിക്കില്ല, അതെനിക്കിഷ്ടമല്ല കേട്ടോ. മതി 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 മതി, നീ സൂപ്പറാ. നിനക്ക് ഇതിനല്ലേ നീ ക്ഷയിക്കാനൊക്കെ ചോദിക്കുന്നത്? ഇത്രയേ ഉള്ളൂ. നല്ല രീതിയിൽ ചുറ്റുപാട് ഈ കോളേജ് അന്തരീക്ഷം അത്യാവശ്യം മര്യാദയുള്ള മനുഷ്യരുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു ഈ പട്ടിയൊന്നും ഉപദ്രവിക്കാത്തത് കൊണ്ടേ. അവർ കുഞ്ഞിലെ നല്ല ആളുകളൊക്കെ സ്നേഹിച്ചും എന്തിനാ ക്ഷയിക്കാൻ്റെ വരെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മാർത്തോമ കോളേജ് തിരുവല്ല ആ പ്രദേശം നല്ല പ്രദേശമാണല്ലേ. ഈ അഗ്രസീവ് ഡോഗ്സ്, അതായത് ചുമ്മാ ആൾക്കാരെ കാണുമ്പോൾ കുരയ്ക്കുകയും കടിക്കുകയും ചെയ്യുന്ന പട്ടികളെ നിങ്ങൾ ഏതെങ്കിലും നാട്ടിൽ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ആ നാട്ടിലെ മനുഷ്യർക്ക് കുഴപ്പമുണ്ട്, അല്ലാതെ പട്ടികൾക്കല്ല. പിന്നെ ഇത് ശരിയാണ്, ഇതിന് പേ പിടിച്ച പ്രശ്നമാണ്. അതിനാണ് ഈ ഗവൺമെൻറ് ഇതിന് ഫണ്ട് മുടക്കി ഇതിനൊക്കെ എന്താ പറയുക ഈ ഇഞ്ചക്ഷൻ കൊടുക്കുകയും മന്തിരിക്കുകയൊക്കെ ചെയ്യേണ്ടത്. എൻ്റെ അടുത്ത ആൾ, ഇയാൾ എത്രക്കാരനാണെന്ന് നോക്കാം. അയാൾ പെൺപട്ടി ആയതുകൊണ്ട് കുറച്ച് ഫ്രണ്ട്ലി ആവാനാണ് ചാൻസ്. ട്യൂൺ ചെയ്യാൻ പോവുക. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കാര്യം. നമ്മളിവരെ ട്രീറ്റ് ചെയ്യുന്ന പോലെയൊക്കെ ഇരിക്കുന്നേ. മനുഷ്യനെ ആണെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ വന്ന് മോശം ട്രീറ്റ്മെൻറ്റിൽ ഇപ്പോൾ പേരൻറ്റിങ് മോശമായി പോയി, ചൈൽഡ്ഹുഡ് ഇഷ്യൂസ് എന്നൊക്കെ പറഞ്ഞ് ചൈൽഡ്ഹുഡ് പ്രശ്നമായതുകൊണ്ട് പിന്നീട് ട്രോമ കാരണം അങ്ങനെ ആയെന്നൊക്കെ പറഞ്ഞ് മനുഷ്യരെ പറ്റിയൊക്കെ പഠിക്കുകയും സ്വന്തം മക്കൾക്ക് അതുണ്ടാകാതിരിക്കാൻ ആഗ്രഹിക്കുകയൊക്കെ ചെയ്തിട്ട് മുറ്റത്തോട്ടം കൊണ്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ഇതുപോലൊരു പട്ടിയെ കണ്ട കല്ലെറിയാനും അതിനെ തല്ലിക്കൊല്ലാനും ഒക്കെയാണ് പിള്ളേരെ പഠിപ്പിക്കുന്നത്. ഈ മെയ്റ്റ് ചെയ്യേണ്ടാത്ത സമയത്തൊന്നും ഒരു പെൺപട്ടിയും ആൺപട്ടി അടുപ്പിക്കത്തില്ല. അതേസമയം ഇത് ഹീറ്റായി നിൽക്കുന്ന സമയത്താണെങ്കിൽ ആ ആൺപട്ടി ചെന്ന പെൺപട്ടി സമ്മതിക്കും, അല്ലെങ്കിൽ കടിച്ചോടിക്കും. കണ്ടോ, ഇതാണ് നമ്മൾ ഈ പീരിയഡ്സ് ടൈമിലുള്ള പ്രശ്നം. മനസ്സിലായില്ലേ? ചിലർക്ക് പീരിയഡ്സ് ടൈമിൽ ആ ഒരു സെക്ഷൽ എന്താ പറയുക ഇത് കൂടും. അത് റീപ്രൊഡക്ഷനായിട്ട് മാത്രം ബന്ധപ്പെട്ട കാര്യമാണ്. എല്ലാവർക്കും അങ്ങനെയല്ല, ആ സമയത്താണ് ബന്ധപ്പെടേണ്ടത്. എന്നാലേ കുട്ടികളുണ്ടാവൂ. പക്ഷേ ഇവിടെ കണ്ടോ, പട്ടികൾ അങ്ങനെ സമ്മതിക്കത്തില്ല. ഈ മൃഗങ്ങൾ, ഈ സെക്സ് എന്ന് പറയുന്ന സാധനം നമ്മൾ വിചാരിക്കുന്ന പോലത്തെ രീതിയിൽ എൻജോയ് ചെയ്യുന്ന ഒരു ജീവിയല്ല. അവർക്കല്ലാത്തപ്പോൾ അത് വേണ്ടാത്ത കാര്യം തന്നെ. പക്ഷേ ഇവർ ഫ്രണ്ട്ലി ആകും കുറച്ച് കഴിയുമ്പോൾ. അതുകൊണ്ട് എല്ലാം കൂടെ വന്ന് അലമ്പായി. അവന്മാർ ഓടിച്ച് ഇവനെ ഓടിച്ച്. അതുകൊണ്ട് ഇവന്മാരെടുത്ത് ഗുണ്ടകളാ. ഇവന്മാർ ടെറിട്ടറിക്കകത്ത് കയറിയുടെ പട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ആ കടി കിട്ടും. ഇപ്പോൾ അടിയായി അടി എല്ലാവരും. പക്ഷെ എത്ര അലമുണ്ടാക്കിയാലും കുറച്ചാൾ ഇവരിവിടെ കിടന്ന് കറങ്ങി ഇവർ ഫ്രണ്ട്സ് ആവാൻ ചാൻസ് ഉണ്ടെന്നേ. ഇയാൾ ഇവിടുത്തെ ഏതോ വരുത്തനാണ് ഇവൻ. ഈ നമ്മുടെ അടുത്തൊന്ന് ക്ഷയിക്കാണ്ട് വന്ന പാർട്ടി. അവൻ കുറച്ച് ഡീസൻ്റായി പോയി. മറ്റവന്മാർ വില്ലന്മാരാ. അവന്മാർ കടിച്ചോടിച്ചോ നീ വന്നേ. എടാ നീ അവൻ്റെ പുറകെ പോകാതെ. അത് അവളുടെ ഫ്രണ്ട്സോ ബ്രോ കണ്ടോ, അവൻ്റെ ആളെ നീ അല്ലാതെ ആരല്ലോ അവൻ്റെ പെണ്ണെ കയറി ചൊറിയാൻ ചെല്ലൂ. അല്ലാതെ നീ ഇങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇനി കടിച്ച് പറിക്കും. കണ്ടോ, നിനക്ക് കടി കിട്ടിയേക്കുന്ന, നിനക്ക് ഇന്നലെ കിട്ടിയ കടി ഇതല്ലേടാ. ബാക്കി കണ്ടോ കടിച്ച് പറഞ്ഞ് പിന്നെയും പോവാ. എടാ നീ വേറെ പോയി തപ്പടാ. അവിടെ 2 പേരുണ്ട്. ഇവൻ പുലിയാണോ? അവനാണ് ഇവിടുത്തെ ആൽഫയെന്ന് തോന്നുന്നു. കണ്ടോ, 2 പെണ്ണുങ്ങളാണ്. നമ്മളിച്ചിരി പ്രായമുണ്ട്, മറ്റേത് യങ്ങാണ്, ഇങ്ങേര് ഒരു മിഡിൽ ഏജാണ്. ആണ് പിന്നെ വാ എടാ ഓടി രക്ഷപ്പെടാൻ വേണ്ട. ഇനി എന്തൊരു കഷ്ടമാണ്. നീ ഇതിനങ്ങോട്ട് പോകുന്നു. ഇങ്ങോട്ട് തന്നെ ഇവിടേക്ക്. എന്നാ കടിച്ച് പൊട്ടിച്ച സ്ഥലം നക്കുന്നതേ ഉള്ളൂ, എന്നിട്ടും പോയി കടി മേടിക്കുക. എടാ പോടാ, കടി മേടിക്കാൻ വന്നേക്കുന്നവനെ. മതിയായി, ഇനി ഞാനില്ല ഈ കളിക്കുന്നത്. അണ്ണന്മാർ പോവാ. വാ നമുക്കും പോയേക്കാന്ന്. ഇനി ഇവിടെ നിന്ന് ആ കച്ചറ ചെക്കൻ വരുമെന്ന് ആ പൂക്കി. ഇവരും അത് ഫ്രണ്ട്ലി ഡോഗ്സ് ആണ്. അവന്മാർ അവരെ കാണുമ്പോൾ കടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രൗണ്ടിലൊക്കെ ഒത്തിരി പേര് നടക്കാൻ വന്നാൽ ഇവർ ഭയങ്കര മൈൻഡ് ചെയ്യത്തില്ല. ഇവനെ ഒറ്റയ്ക്ക് കിട്ടിയാൽ ഇവൻ ആമ്പട്ടി കുറച്ച് കലിപ്പനാണ്.